ബീഹാറിൽ 29 വകുപ്പുകൾ മുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി കൈകാര്യം ചെയ്യും. ആഭ്യന്തരം, കൃഷി, ആരോഗ്യം, ടൂറിസം, കല, കായികം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അച്യുതൻ, ഇതിപ്പോ മറ്റു മന്ത്രിമാരും വേണ്ട എന്നുള്ള ഒരു നിലയിലാണോ ബീഹാറിൽ കാര്യങ്ങൾ? അമൽ, ഇന്നലെ ആയിരുന്നു നിതീഷ് കുമാറിന്റെ രാജിയും തുടർന്ന് ഈ നിലവിലുണ്ടായിരുന്ന മന്ത്രിസഭയെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ആയിരുന്നു BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം 2 JDU നേതാക്കളായിട്ടുള്ള വിജേന്ദ്ര പ്രസാദ് യാദവും അതുപോലെ തന്നെ വിജയ് ചൌധരിയും ഇത് സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. എന്തായാലും നിലവിൽ ഇപ്പോൾ ബീഹാറിൽ 29 വകുപ്പുകളാണ് സാമ്രാട്ട് ചൌധരി കൈകാര്യം ചെയ്യുക. അത് ഈ മന്ത്രിസഭാ വികാസം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആഭ്യന്തരം, കൃഷി, ആരോഗ്യം, ടൂറിസം, കല, കായികം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് സാമ്രാട്ട് ചൌധരി കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ജലവിഭവം, ന്യൂനപക്ഷ ക്ഷേമം, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ഗതാഗതം, ഗ്രാമവികസനം ഉൾപ്പെടെ 10 വകുപ്പുകൾ ഉപമുഖ്യമന്ത്രിയായി പ്രതിജ്ഞ ചെയ്ത വിജയ് കുമാർ ചൌധരി കൈകാര്യം ചെയ്യും. ബാക്കിയുള്ള ഊർജ്ജം, ധനകാര്യം എന്നിവ ഉൾപ്പെടെ 8 വകുപ്പുകൾ ഉപമുഖ്യമന്ത്രി വിജേന്ദ്ര പ്രസാദ് യാദവ് ആയിരിക്കും ഒരു കൈകാര്യം ചെയ്യുക. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഒരു മന്ത്രിസഭയുടെ ഒരു വികാസം ഉണ്ടാകും എന്ന സൂചനകൾ കൂടി ബീഹാർ രാഷ്ട്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.